മുൻ മുഖ്യമന്ത്രിയും നിലവിലെ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന്റെ കണ്ണൂരിലെയും തിരുവനന്തപുരത്തെയും വസതികളിലും അതോടൊപ്പം തന്നെ ചില ഓഫീസുകളിലും അടക്കം ഇഡിയുടെ റെയ്ഡ് നടന്നിരിക്കുകയാണ്. പിണറായി വിജയന്റെ മകൾ വീണ വിജയനുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഈ റെയ്ഡ് നടന്നിരിക്കുന്നത്. പക്ഷേ ഈ റെയ്ഡ് അകത്ത് നടക്കുമ്പോൾ പുറത്ത് CPM-ന്റെ നേതൃത്വത്തിൽ വലിയ സമരം നടക്കുന്നു, വലിയ പ്രതിഷേധം നടക്കുകയാണ്. റോഡിൽ തെരുവിലിറങ്ങി അണികളും നേതാക്കന്മാരും ഒന്നടക്കം മുദ്രാവാക്യം വിളിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ പ്രതിഷേധം കൊണ്ട് CPM എന്താണ് ഉദ്ദേശിക്കുന്നത്? അല്ല, CPM ഇതിലൊന്നാമത്തെ കാര്യം ഞാൻ ഫാക്ച്വലായിട്ട് നമ്മൾ പറഞ്ഞാൽ ഒരു കേസുണ്ട്. ആ കേസ് ഇവർക്ക് മാസപ്പടി കൊടുത്തതും ഒരു ജോലിയും ചെയ്യാതെ 1.25 കോടി രൂപ കൊടുത്തതും, അതും കൂടാതെ 75 ലക്ഷം രൂപ ലോൺ കൊടുത്തിട്ട് കൊടുത്ത കമ്പനി കാണാതായതും, കമ്പനി ഇല്ലാതെ കൊടുത്ത കമ്പനിയില്ല, അപ്പോൾ തിരിച്ചടക്കില്ല എന്ന് പറഞ്ഞാൽ ഒരുപാട് സൗജന്യങ്ങൾ ഇവർക്ക് കിട്ടി. ED ആദ്യമേ ചോദിച്ചത് എന്തിനാണ് ഈ പണം കൊടുത്തത്? SFIയും ചോദിച്ചു. കാരണം കമ്പനീസ് നിയമപ്രകാരം ഏതെങ്കിലും ചിലവ് കാണിക്കുമ്പോൾ ചില ചിലവുകൾ അവർ ഇതിൽ നിന്ന് ഒഴിവാക്കി കൊടുക്കും, ലാഭം എന്നതിൽ നിന്ന് ഒഴിവാക്കി കൊടുക്കും. അങ്ങനെ ഒഴിവാക്കി കൊടുത്ത 132 കോടി രൂപയുടെ കണക്ക് ഇവർ പരിശോധിച്ചപ്പോൾ ഇന്ററിം സെറ്റിൽമെന്റ് കൊടുത്തപ്പോഴാണ് ഇങ്ങനൊരു ഇടപാട് അതിൽ കണ്ടത്. പിന്നെ കണക്ക് പരിശോധിച്ചപ്പോഴാണ് അതിൽ പെടാതെ ഈ പറഞ്ഞതുപോലെ 1.25 കോടി രൂപ വെച്ച് കൊടുത്തു, അല്ലെങ്കിൽ മാസം 5 ലക്ഷം രൂപ കൊടുത്തു. അതെന്തിനാണെന്ന് ചോദിച്ചപ്പോൾ സോഫ്റ്റ്വെയർ സപ്പോർട്ട് എന്നാണ് പറഞ്ഞത്. എക്സാലോജിക് എന്ന് പറയുന്ന വീണ വിജയൻ MD ആയ കമ്പനി, ഇപ്പൊ കമ്പനിയില്ല, അതാണ് ഒന്നാമത്തെ കാര്യം. കമ്പനിയേ ഇല്ല, ആ കമ്പനിക്ക് കൊടുത്തു എന്നാണല്ലോ കേസ്. അതെന്തിനു കൊടുത്തു? അത് മണി ലോണ്ടറിങ് ആണ്. ഇതാണ് അതുകൊണ്ടാണ് ED വന്നത്. മണി ലോണ്ടറിങ് PMLA ആക്ട് അനുസരിച്ച് ഏതെങ്കിലും ഒരു കമ്പനി അങ്ങനെ വെറുതെ ഒരാൾക്ക് പൈസ കൊടുക്കുമ്പോൾ അതിനൊരു കാര്യം കാണും. അതുമായി ബന്ധപ്പെട്ട് SFIയോട് കേസെടുത്തു, ED കേസെടുത്തു. ഈ കേസിനെതിരെ ഇവർ ഹൈക്കോടതി പോയി, ബാംഗ്ലൂർ കോടതി പോയി, ഹൈക്കോടതി പോയി. ഹൈക്കോടതി ഇന്നലെയാണ്, അതെന്തുകൊണ്ട് ഇന്നലെ വന്നു എന്നുള്ളതൊരു ദുരൂഹനം. കേസ് വരുമ്പോൾ അങ്ങനെയാണ്. ഇന്നലെയാണ് EDക്ക് അന്വേഷണം തുടരാം എന്ന് പറഞ്ഞ് ഹൈക്കോടതി ഉത്തരവിടുന്നത്. ഇതാണ് ഇതിന്റെ സാഹചര്യം. EDയെ സംബന്ധിച്ചിടത്തോളം ED ഇന്നലെ വൈകുന്നേരം ഉത്തരവ് കിട്ടുന്നു, രാവിലെ തന്നെ ഇറങ്ങി പുറപ്പെടുന്നു റെയ്ഡിന്. കേരളത്തിൽ 10 സ്ഥലത്തും 2 സ്ഥലങ്ങളിൽ ബാംഗ്ലൂർ ഇവരുടെ ഓഫീസിലും വരുന്നു. ഇതിൽ പിണറായി വിജയനെ ഉൾപ്പെടുത്തേണ്ട ഒരു കാര്യവുമില്ല നേരിട്ട്. കാരണം ഈ കേസിൽ പ്രതി അല്ലെങ്കിൽ ചോദ്യം ചെയ്യപ്പെടുന്ന ആൾ വീണ വിജയനാണ്, പിണറായി വിജയനല്ല. CPM ഇത് വല്ലാതെ പ്രചരിപ്പിക്കപ്പെടുമ്പോൾ വീണ വിജയനെ പ്രൊട്ടക്ട് ചെയ്യാൻ CPM വരുന്നു എന്നുള്ളൊരു തോന്നലാണ് എനിക്കുണ്ടാവുന്നത്. യഥാർത്ഥത്തിൽ വീണ വിജയനെതിരെ ഒരു കേസുണ്ടെങ്കിൽ, ഇപ്പൊ ബിനീഷ് കോടിയേരിക്കെതിരെ കേസ് വന്നു. അന്ന് സഖാവ് കോടിയേരി പറഞ്ഞ വളരെ ലളിതമായൊരു വാചകമുണ്ട്. കോടിയേരിയുടെ വീട്ടിൽ വരെ അന്വേഷണം നടത്തി. അത് അവർ പറഞ്ഞു അതിനൊരു കാര്യമില്ല, അദ്ദേഹം അവരുടെ പേരിൽ കേസുണ്ടെങ്കിൽ അത് അവർ അന്വേഷിച്ച് കണ്ടുപിടിച്ചോട്ടെ, ഞാൻ പാർട്ടി ഇതിൽ ഇടപെടുന്നില്ല. പക്ഷെ പിണറായി വിജയന്റെ മോളുടെ പേരിൽ കേസ് വന്നപ്പോൾ പാർട്ടി ഇടപെട്ടു. ഇത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്ന കാര്യം. ഇതിൽ പാർട്ടി പറയേണ്ട കാര്യമില്ല. എന്തിനാണ് പിണറായി വിജയന്റെ വീട്ടിൽ ഇവർ പോയത്? പിണറായി വിജയന്റെ കണ്ണൂരെ വീട്ടിലും പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ പുതിയ വീട്ടിലും മുഹമ്മദ് റിയാസിന്റെ വീട്ടിലും വീണ വിജയൻ താമസിച്ചിരുന്നു എന്നതുകൊണ്ടാണ് അവിടെ റെയ്ഡ് ചെയ്തത്. അതുകൊണ്ട് പിണറായി വിജയൻ വേറെ ഏതെങ്കിലും വീട്ടിൽ ഇവർ റെയ്ഡ് ചെയ്യാൻ പോകുന്നില്ല. AKG സെന്ററാണ് ഈ കമ്പനിയുടെ അഡ്രസ്സ്. AKG സെന്റർ റെയ്ഡ് ചെയ്യുമെന്ന് എനിക്കറിയില്ല. ഏതായാലും ഈ 3 സ്ഥലങ്ങൾ വീണ വിജയൻ കഴിഞ്ഞ ദിവസങ്ങളിൽ താമസിച്ചു എന്ന് EDക്ക് ബോധ്യമുള്ള സ്ഥലങ്ങളാണ്. പിന്നെ അവരുടെ ഓഫീസാണ്, CMRLന്റെ ഓഫീസാണ്. ഇത് പിണറായി വിജയനോ മുഹമ്മദ് റിയാസിനോ എതിരായ റെയ്ഡേ അല്ല. ഇത് വീണ വിജയൻ തൈക്കണ്ടി എന്ന് പറയുന്ന അവരുടെ പേരിലുള്ള ഒരു ആരോപണമാണ്. കോടിയേരിയുടെ മകൻ ബിനീഷ് കോടിയേരിക്കെതിരെ വന്ന ആരോപണത്തിന് സമാനമായ ആരോപണം. അതുകൊണ്ട് തന്നെ ഇത് റെയ്ഡിൽ CPM ഇടപെടേണ്ട കാര്യമില്ല. CPM പറയുന്നത് ആരെങ്കിലും റെയ്ഡ് ചെയ്തോട്ടെ, ഞങ്ങൾക്ക് എന്താ കുഴപ്പം? പിണറായി വിജയനെ ചോദ്യം ചെയ്താൽ റെയ്ഡ് ചെയ്യാം. ഇനി ഇതിന്റെ അടുത്തൊരു സ്റ്റേജ് ഉണ്ട്. എന്തിന് പണം കൊടുത്തു എന്ന ചോദ്യം വരുമ്പോൾ അതിൽ മറ്റെന്തെങ്കിലും ലാഭം CMRLനുണ്ടായോ എന്ന ചോദ്യം വന്നാൽ, മുഖ്യമന്ത്രിയുടെ മകൾക്ക് കൊടുത്തു അതുകൊണ്ട് ഗുണമുണ്ടായോ എന്ന രീതിയിലേക്ക് ഈ കേസ് മാറണം. അത് അഴിമതി കേസാണ്. അത് ED അല്ല അന്വേഷിക്കുക. യഥാർത്ഥത്തിൽ പണം ലോണ്ടറി ചെയ്തോന്ന് മാത്രമാണ്. അപ്പൊ തീർച്ചയായിട്ടും CPM എടുക്കാവുന്ന ഒരു സ്റ്റാൻഡ്, വീണ വിജയൻ പാർട്ടി മെമ്പറാണോ എന്ന് എനിക്കറിയില്ല, അല്ലാന്ന് ഞാൻ വിചാരിക്കണം. ഒരു മുഖ്യമന്ത്രിയുടെ മകളാണ്, ഒരു മന്ത്രിയായിരുന്ന ഒരാളുടെ ഭാര്യയാണ്, ഇപ്പൊ പ്രതിപക്ഷ നേതാവ്. ആ അർത്ഥത്തിൽ അവർക്കെതിരെ കേസ് അന്വേഷിച്ചോട്ടെ.
നിങ്ങൾ അന്വേഷിക്കടോ. മടിയിൽ കനമില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാ പേടിക്കണേ? എന്ത് രേഖയാണ് നിങ്ങൾക്ക് വേണ്ടേ? കൊടുക്കടോ. പക്ഷേ ഈ കേസ് അന്വേഷണം തടസ്സപ്പെടുത്താൻ CMRL പലവട്ടം പോയി. എന്ന് പറഞ്ഞാൽ ഇത് മറച്ചു പിടിക്കാൻ വീണ വിജയനേക്കാൾ താല്പര്യം CMRLനുണ്ടായിരുന്നു. കാരണം അവരാണല്ലോ ഇതിലെ കളി. അപ്പൊ ഇവർക്ക് വേണ്ടിയാണ് ഇത് പോയി എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. അത് സ്റ്റേ ചെയ്തപ്പോൾ പാർട്ടി ഹാൻഡിലുകൾ കൈയടിച്ചത് നമ്മൾ കണ്ടതാണ്. ED കേസ് വെള്ളത്തിൽ പോയി. രണ്ടാമത്തെ കാര്യം, ഞാൻ ED ഒരു ആരാധകനല്ല. എനിക്ക് ED ഒരു ബഹുമാനവും ഇല്ല. കാരണം ED രാഷ്ട്രീയ പ്രതിരോധികളെ വകവരുത്താനും തിരിച്ചു പിടിക്കാനും കർവാപ്പസി ഉണ്ടല്ലോ, തിരിച്ച് BJPയിലേക്ക് എല്ലാവരെയും കൊണ്ടുവരാൻ ആട്ടിക്കൂട്ടാനുള്ള BJPയുടെ ഒരു ഇലക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ് എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഒരാളുടെ വീട്ടിൽ ED റെയ്ഡ് ചെയ്തുകൊണ്ട് അയാൾ എന്തെങ്കിലും കുറ്റക്കാരനാണെന്ന് ഞാൻ ജീവിതത്തിൽ വിചാരിക്കുന്നേ ഇല്ല. ഇപ്പോ രാഹുൽ ഗാന്ധിയുടെ, സോണിയാഗാന്ധിയുടെ, പ്രിയ DK ശിവകുമാറിന്റെ എല്ലാവരുടെ വീട്ടിലും ED റെയ്ഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ തന്നെയും കേരളത്തിലെ ചില കോൺഗ്രസ് നേതാക്കളുടെ ഒക്കെ വീട്ടിൽ റെയ്ഡ് ചെയ്തിട്ടുണ്ട്. റെയ്ഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ റെയ്ഡ് ചെയ്യും, അത്രേ ഉള്ളൂ. ED റെയ്ഡ് ചെയ്തത് കൊണ്ട് ഒരാൾ കുറ്റക്കാരനാണ് എന്ന് വരുന്നില്ല. അതുകൊണ്ട് തന്നെ ED റെയ്ഡിന് ഇല്ല. പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ED ഇതുവരെ എടുത്ത കേസുകളിൽ 2% പോലും കൺവിക്ഷൻ ഇല്ല. ശിക്ഷിക്കപ്പെടാനുള്ള സാധ്യത വളരെ കുറഞ്ഞാണ് EDയുടെ കേസുകൾ. അതുകൊണ്ട് തന്നെ CPM ഇതിനെ ഇത്തരത്തിൽ വ്യാഖ്യാനിക്കേണ്ടിരുന്നില്ല. അതും കടന്ന് CPM വേറൊരു വ്യാഖ്യാനത്തിലേക്ക് എത്തി എന്നുള്ളതാണ് അതിൽ ഏറ്റവും വിചിത്രമായ കാര്യം. അതെന്താ? സതീശനും ഡൽഹി പോയതുകൊണ്ടാണ് ഇത് വന്നതെന്നുള്ളതാണ് ഏറ്റവും വിചിത്രം. സതീശൻ ഡൽഹി പോയതാണോ ഇന്നലെ ഹൈക്കോടതി വിധി ഉണ്ടായത്? ഇന്നലെ ഹൈക്കോടതി വിധി ഉണ്ടായിട്ടാണ് ഇത് സംഭവിച്ചതെന്ന് പറയാനുള്ള സത്യസന്ധത പാർട്ടിക്കാർ കാണിക്കണമായിരുന്നു. ഹൈക്കോടതിക്കെതിരെ വേണ്ടി നമുക്ക് സമരം ചെയ്യാൻ നമ്മൾ പണ്ടും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഹൈക്കോടതി ഇന്നലെ EDക്ക് അന്വേഷണം തുടരാം എന്നൊരു ഓർഡർ കൊടുത്തത് തീർച്ചയായും ഇതിൽ പ്രധാനമാണ്. അതുകൊണ്ട് സതീശന്റെ ഡൽഹിക്ക് പോക്കും മുഖ്യമന്ത്രി ഡൽഹിക്ക് പോയതുകൊണ്ട് ഇവിടെ ഉണ്ടായിരുന്നൊന്നും പറയാൻ പറ്റില്ല. മറ്റൊരു കാര്യം, രാഹുൽ ഗാന്ധി എന്തുകൊണ്ട് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചു എന്നാണ്. ഒരു കാര്യം ചോദിക്കട്ടെ, രാഹുൽ ഗാന്ധിയും CPMഉം കോൺഗ്രസും CPMഉം ഒന്നിച്ച് BJPക്കെതിരെ സമരം ചെയ്യുന്ന കേരളത്തിലേക്ക് വന്നാൽ രാഹുൽ ഗാന്ധിയുടെ DNA പരിശോധിക്കണം. പറഞ്ഞതാരായാലും എൻഡോഴ്സ് ചെയ്ത് പിണറായി വിജയനും കൂടിയാണ്. രാഹുൽ ഗാന്ധി പപ്പുവാണ്. രാഹുൽ ഗാന്ധിക്ക് രാഷ്ട്രീയ വിവരമില്ല. രാഹുൽ ഗാന്ധി ഇതാണ്. എത്ര അയാൾ പൊറോട്ട തിന്നാനോ ചപ്പാത്തി തിന്നാനോ വരുന്ന ആളാണ്, പഴംപൊരി തിന്നാൻ വരുന്ന ആളാണ് എന്നൊക്കെ എത്ര പ്രാവശ്യം ഇവിടുത്തെ CPMകാർ വിമർശിച്ചിട്ടുണ്ട്, മുഖ്യമന്ത്രി അടക്കം. അപ്പോ തീർച്ചയായും അദ്ദേഹത്തിന്റെ പകരമായിരിക്കും ഇത് വേറൊരു ചോദ്യമാണ്. മാത്രമല്ല BJP എന്തുകൊണ്ട് CPMനെ വിമർശിക്കുന്നില്ല? CPM BJP ഡീലുണ്ട് എന്ന് പറയുമ്പോൾ തീർച്ചയായും 40 തവണ പിണറായി വിജയന്റെ കേസ് CBI മാറ്റിവെച്ചിട്ടുണ്ട് സുപ്രീം കോടതിയിൽ, ലാവ്ലിൻ കേസ്. ഇതൊക്കെ വായിക്കുമ്പോൾ സ്വാഭാവികമായും നമുക്ക് തോന്നാം അതാണോ. അതുകൊണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇതിനൊരു തെളിവല്ല. ഇവിടെ ഹൈക്കോടതി വിധി വളരെ കൃത്യമാണ്. ഇന്നലെയാണ് വന്നത്. EDയുടെ ഒരു രീതിയാണ് ഇന്നലെ വിധി വന്നത്, രാവിലെ അന്വേഷിക്കുക. കാരണം ഇനി അതിന് അപ്പീൽ പോയി കേസൊക്കെ എടുത്തു വരുന്നതിന് മുമ്പ് ഒരു അന്വേഷണം കഴിയും. ED എന്ത് കുന്തം കിട്ടിയെന്ന് എനിക്കറിയില്ല. EDക്ക് കിട്ടിയിട്ടുണ്ടോന്നും അറിയില്ല. ED കിട്ടാൻ സാധ്യത കുറവാന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം അത്ര പൊട്ടന്മാരൊന്നും അല്ല ഈ അഴിമതി ചെയ്യാൻ പോണ ആൾ. അതിന്റെ രേഖയൊക്കെ എന്താ ഫ്ലോപ്പി ഡിസ്കിൽ വെച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഹാർഡ് ഡിസ്കിൽ വെച്ചുകൊണ്ടിരിക്കുക, അതൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നില്ല EDക്ക് എന്തെങ്കിലും ഇതിൽ കിട്ടുമെന്ന്. പക്ഷേ അടിസ്ഥാനപരമായൊരു ചോദ്യമുണ്ട്, എന്തിന് പണം കൊടുത്തു എന്ന് പ്രൂവ് ചെയ്യേണ്ട അവസ്ഥ. അത് തെളിയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ മണി ലോണ്ടറിങ്ങിന് കേസുണ്ടാവും. കാരണം ഒരു കമ്പനി വെറുതെ വഴിയിൽ പോണ ഒരാൾക്ക് 5 ലക്ഷം രൂപ വെച്ച് മാസം കൊടുക്കുക, 1.25 കോടി കൊടുക്കുക, 75 ലക്ഷം രൂപ ലോൺ കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ മനുഷ്യന് വിശ്വസിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ആ PMLA ആക്ട് അനുസരിച്ചുള്ള കേസ് EDക്ക് എടുക്കാം, EDക്ക് പോവാം. അത് VD സതീശന്റെ മേലോ കോൺഗ്രസിന്റെ മേലോ ബാക്കി ആരുടെ മേലോ ഇടേണ്ട ഒരു കാര്യമില്ല. കാരണം ഇതിന്റെ 10 ഇരട്ടി റെയ്ഡ് കണ്ടവരാണ് കോൺഗ്രസ്സുകാർ ഇന്ത്യയിൽ. അരവിന്ദ് കെജ്രിവാളിന്റെ എതിരെ റെയ്ഡ് വന്നു. ഇവിടെ ഒരു പ്രധാന പ്രശ്നമുള്ളത്, BJPക്കെതിരായ ഇന്ത്യ മുന്നണിയിൽ തർക്കമുണ്ടാക്കാൻ BJP ശ്രമിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷെ ഒരു ചോദ്യമുണ്ട്, പിണറായി വിജയൻ ഇന്ത്യ മുന്നണിയിൽ ഉണ്ടോ എന്ന ചോദ്യം ഞാൻ മുമ്പ് ചോദിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഇന്ത്യ മുന്നണി കാൻഡിഡേറ്റിന് വേണ്ടി പിണറായി വിജയൻ ഇന്ന് വരെ പ്രവർത്തിച്ചിട്ടുണ്ടോ? ചെയ്തിട്ടില്ല. അദ്ദേഹം തമിഴ്നാട്ടിൽ അദ്ദേഹം പോയിട്ടില്ല, ബംഗാളിൽ പോയിട്ടില്ല, രാജസ്ഥാനിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പോയിട്ടില്ല. അപ്പൊ ഇവിടെയൊക്കെ ഇന്ത്യ മുന്നണി മത്സരിക്കുക. അപ്പൊ ഇവിടുന്ന് സതീശൻ പോയിട്ടുണ്ട്, ഉമ്മൻചാണ്ടി മുമ്പ് പോയിട്ടുണ്ട്, മറ്റു പലരും പോയിട്ടുണ്ട് തമിഴ്നാട്ടിലേക്ക്. അവർ പല മണ്ഡലങ്ങളിലും പ്രചരണം നടത്തിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു രാജ്മോഹൻ ഉണ്ണിത്താനോ ഒക്കെ കർണാടകയിൽ അവിടെ ഇവിടെയൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ പിണറായി വിജയൻ ഒരു ഇന്ത്യ മുന്നണി സ്ഥാനാർത്ഥിക്ക് വേണ്ടി സ്വന്തം പാർട്ടിയുടെ, തമിഴ്നാട്ടിൽ CPM മത്സരിച്ചല്ലോ, സ്വന്തം പാർട്ടിയുടെ ഇന്ത്യ മുന്നണി സ്ഥാനാർത്ഥിക്ക് വേണ്ടി പോലും പിണറായി വിജയൻ അവിടെ പോയിട്ടില്ല.
എന്ന് പറഞ്ഞാൽ ഇന്ത്യ മുന്നണി എന്ന് പറയാൻ പിണറായി വിജയൻ എന്തെങ്കിലും അധികാരമുണ്ടോ എന്ന് എനിക്കറിയില്ല. MA ബേബി പോയിട്ടുണ്ടാവും, ഇല്ല എന്ന് ഞാൻ പറയണില്ല. അപ്പൊ അതുകൊണ്ട് ഇത് BJP CPM-നെതിരായി ചെയ്യുന്ന അല്ല എന്ന് ഞാൻ പറയുന്നില്ല. പിണറായി വിജയൻ അവർക്ക് പല ലക്ഷ്യങ്ങളുണ്ടാവാം, അവർക്ക് ലക്ഷ്യങ്ങളില്ല എന്ന് പറയാൻ പറ്റില്ല. സംഘപരിവാറിന്റെ ലക്ഷ്യങ്ങൾ കണ്ടെത്തുക അത്ര എളുപ്പമല്ല. അപ്പൊ ഒറ്റ ഉദാഹരണം കൂടി പറയാം. പിണറായി വിജയനെതിരായി ആക്രമണം വരുന്നു. ഇവിടെ സംഭവിക്കാവുന്ന ഒരു കാര്യം, പിണറായി വിജയനെതിരെ കേരളത്തിലെ ഏതാണ്ട് എല്ലാ ജില്ലാ കമ്മിറ്റികളും ഒരുപോലെ എതിർപ്പ് പറഞ്ഞിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ പിണറായി വിജയനുള്ള പങ്ക്, MP ഗോവിന്ദനുള്ള പങ്കും പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ രാകേഷിനെ പോലെ പിണറായിയുടെ ഹാർഡ് കോർ സപ്പോർട്ടേഴ്സ് തെരഞ്ഞെടുപ്പിന് ശേഷം നടത്തിയ പ്രസ്താവനയെ കുറിച്ച് കേരളത്തിൽ വളരെ വിമർശനാത്മകമായ ഇസ്ലാമോഫോബിയ പറയുന്ന ഒരു പ്രസ്ഥാനമാണ്. ഇന്ന് രാകേഷ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, അതും കൂടി ചേർത്ത് വായിക്കണം. BJPക്ക് പിടിക്കാനുള്ളത് ഞങ്ങളുടെ വോട്ടാണ്, അതുകൊണ്ടാണ് പിണറായി വിജയൻ അറ്റാക്ക് ചെയ്യുന്നത്. അതിലൊരു സത്യമുണ്ട്. കാരണം ഇനി BJPക്ക് കേരളത്തിൽ വളരണമെങ്കിൽ പല പ്രാവശ്യം പറഞ്ഞൊരു കാര്യമാണ്, CPM-ന്റെ വോട്ടിന് കിട്ടും. ഹിന്ദു വോട്ട് ഇനിയുള്ളത് CPM-നാണ്, പിന്നോക്ക ഹിന്ദു വോട്ട്. ആ വോട്ടുകൾ അവർ കണ്ണുവച്ചിട്ട് കുറെ കാലമായി. ഇപ്പം എന്ത് സംഭവിക്കും? പിണറായിക്ക് വേണ്ടി പാർട്ടിയുടെ സംഘടനാ രൂപം എന്താ പറയുക സെക്യൂരിറ്റി ഒരുക്കിയാൽ സംഭവിക്കാൻ പോകുന്നത് പിണറായി എതിർക്കുന്ന വോട്ടുകൾ BJPയിലേക്ക് പോകാനാണ്. അങ്ങനെ ഒരു സാധ്യതയുണ്ട്. CPM-ആണത് കാണേണ്ടത്, നമുക്ക് പറയാൻ പറ്റില്ല. പിണറായി വിജയനെതിരെ കേസ് വന്നിട്ടില്ല. പിണറായി വിജയൻ ഈ കേസിൽ പ്രതിയല്ല, വീണ വിജയനാണ് പ്രതി എന്നതുകൊണ്ട് വീണ വിജയൻ അല്ലെങ്കിൽ റിയാസിന്റെ ഭാര്യ, ആ അർത്ഥത്തിൽ ഞാൻ പറയുന്നത് റിയാസിന്റെ ഇതിൽ പങ്കുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. കാരണം ഈ സംഭവമൊക്കെ റിയാസ് വിവാഹം കഴിയുന്നതിന് മുമ്പ് നടന്ന സംഭവമാണ്. പക്ഷെ റിയാസിന്റെ വീട്ടിൽ വീണ താമസിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ആ വീട് റെയ്ഡ് ചെയ്തതെന്നാണ് ED പറയുന്നത്. ഞാൻ ED ന്യായീകരിക്കാനില്ല. അപ്പൊ വീണ വിജയനെതിരെ എന്തെങ്കിലും തെളിവ് കിട്ടിയാൽ പിണറായി വിജയൻ എന്താ കുഴപ്പം? റിയാസിന് എന്താ കുഴപ്പം? ഒരു കുഴപ്പം പറയേണ്ട കാര്യമില്ല. വീണ വിജയനെതിരെ തെളിവുണ്ട്. വീണ വിജയന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ബിനേഷ് കോടിയേരി 1 വർഷത്തിലധികം കാലം ഇവിടെ പരപ്പനഹള്ളി ജയിലിൽ കിടന്നില്ലേ, കർണാടകയിൽ? ആർക്കെങ്കിലും വല്ല പ്രശ്നം ഉണ്ടായി? കോടിയേരി ബാലകൃഷ്ണൻ എന്തെങ്കിലും അദ്ദേഹത്തിന് കുറവുണ്ടായി? ഉണ്ടായില്ലല്ലോ. അദ്ദേഹം അത് വളരെ ക്ലീൻ ആയിട്ട് പറഞ്ഞു, എൻ്റെ മകന് കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനെ ശിക്ഷിക്കും, ഫിനിഷ്ഡ്. പാർട്ടി അതിന് സംരക്ഷണം കൊടുക്കണ്ട. ഇവിടെ ഇപ്പൊ ഈ വീണ വിജയൻ എന്തെങ്കിലും തെറ്റ് ചെയ്തു എന്ന് കണ്ടെത്തിയാലോ ഈ പാർട്ടി ആരോട് മറുപടി പറയും? ഈ പാർട്ടി എന്ത് മറുപടി പറയും? എനിക്കറിയില്ല. എത്തിന്ന് വെക്കുക, എത്തിക്കഴിഞ്ഞാൽ പാർട്ടി ചെയ്ത പ്രൊട്ടക്ഷൻ മുഴുവൻ പാർട്ടിക്ക് ദോഷമല്ലേ? അപ്പൊ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇതിൽ ഞങ്ങൾക്ക് വീണ വിജയന്റെ ഇടപാടിൽ പങ്കില്ല, പാർട്ടിയുടെ അല്ല. ആകെയുള്ള ഒരു പ്രശ്നം AK സെന്ററാണ്, ഓഫീസിന്റെ അഡ്രസ് ഉള്ളതാണ്. അതൊരു പക്ഷേ കൊടുത്തിട്ടുണ്ടാവാം. ഇപ്പൊ ഇപ്പൊ എന്താ പ്രശ്നം വെച്ചാൽ എക്സാലോജിക്കില്ല, CMRL-ന്റെ മറ്റേ ഗ്രൂപ്പുകളൊന്നുമില്ല, ഒരു കമ്പനി ഇപ്പം ഇല്ല. എന്താ അവർ അപ്രത്യക്ഷമായത്? ഈ കമ്പനികൾ ഇങ്ങനെ ഇല്ലാണ്ടായത്, കാശ് മേടിച്ചിട്ടില്ലാതായത്. ഇതിന്റെ കൂടെയാണ് ആലപ്പുഴ തോട്ടപ്പള്ളിയിൽ കരിമണൽ ഖനനത്തിന് കർത്താവിന് വേണ്ടി അനുമതി കൊടുക്കുന്നത്. അതും നിയമപരമായ ഖനനത്തിനല്ല, ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന പേരിലാണ് കൊടുക്കുന്നത്. അവിടെ ഖനനാനുമതിയില്ല, ഇതാണ് മിനറൽ സാൻഡാണ്, ആറ്റോമിക് എനർജിയുടെ അനുമതി വേണം, പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ അനുമതി വേണം, തീരദേശ നിയമം ബാധകമാണ്. അവിടെ ഒരു അനുമതി ഇല്ലാതെ അങ്ങ് ചെയ്തു. എന്താ കാര്യം? ഡിസാസ്റ്റർ മാനേജ്മെന്റ്. കുട്ടനാട്ടിലെ വെള്ളപ്പൊക്കം കളയാൻ തോട്ടപ്പള്ളിയിൽ നിന്ന് മണലെടുത്താൽ മതി എന്നാണ് ന്യായം. അതല്ല എന്നുള്ളത് ഇത് കന്ന് പൊട്ടനും അറിയാം. തോട്ടപ്പള്ളിയിൽ നിന്ന് മണലെടുത്തുകൊണ്ട് കുട്ടനാട്ടിൽ വെള്ളപ്പൊക്കം കുറഞ്ഞില്ല. കുട്ടനാട്ടിൽ ഇപ്പോഴും 2 മഴ പെയ്താൽ വെള്ളം പൊങ്ങും. അതുകൊണ്ട് കുട്ടനാട്ടിൽ വെള്ളപ്പൊക്കം കഴിഞ്ഞാൽ വേറെ പണിയാണ്. അതിന് MS സ്വാമിനാഥനൊക്കെ ചില കാര്യം പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ ചെയ്യണം, അതൊന്നും ചെയ്തിട്ടില്ല. അപ്പൊ പ്രശ്നം എന്താ? ഇവിടെ ഈ കരാർ മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ട് ഡിസാസ്റ്റർ മാനേജ്മെന്റ് വഴി അനുമതി കൊടുത്ത്, കളക്ടർക്ക് അനുമതി കൊടുത്ത് ഈ മണൽ ഖനനം ചെയ്ത് IRED ഒക്കെ പേരിൽ എവിടേക്കൊക്കെയോ പോകുന്നുണ്ട്. അതുകൊണ്ട് അവിടുത്തെ ജനങ്ങൾ അതിനെതിരെ സമരത്തിലുമാണ്. അങ്ങനെ ഒരു ഘട്ടത്തിൽ ഈ അനുമതി കൊടുത്തത് ഇതുമായി ബന്ധമുണ്ടോ എന്ന അന്വേഷണമൊക്കെ വന്നാൽ പ്രശ്നമാണ്. പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പായി പറയാം, അവസാനം കേരളത്തിൽ ഇപ്പോഴുള്ള UDF സർക്കാർ ഇത് അന്വേഷിക്കില്ല. അതിന് കാരണം CMRL-ന്റെ ഭക്തന്മാരാണ് ഇപ്പൊ UDF-ലുള്ള മിക്കവാറും ആളുകളും. ആഭ്യന്തരമന്ത്രിയുടെ പേര് അതിൽ വന്നിട്ടുണ്ട്, വ്യവസായ മന്ത്രിയുടെ പേര് അതിൽ വന്നിട്ടുണ്ട്. അപ്പോ എനിക്ക് തോന്നുന്നില്ല CMRL-നെതിരായി എന്തെങ്കിലും ചെയ്യാനുള്ള സാധ്യത. മാത്യു കുഴൽനാടനും VM സുധീരനും എന്തൊക്കെ പറഞ്ഞാലും, സതീശന്റെ നിലപാട് എനിക്കറിയില്ല, സതീശന്റെ നിലപാട് എന്താണെന്നറിയില്ല, പറഞ്ഞാലും CMRL-ന് ദോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യവും ഇവിടുത്തെ UDF ഗവൺമെന്റിന്റെ ആഭ്യന്തര വകുപ്പ് ചെയ്യില്ല എന്ന കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് കോൺഗ്രസിനെ കുറ്റപ്പെടുന്നതിൽ UDF-നെ കുറ്റപ്പെടുന്നതിൽ ഒരു കഥയുമില്ല.